ഹലോ ഗൈസ്, അങ്ങനെ നയന സേവ്യർ വരച്ച രേഖാചിത്രം മുത്തശ്ശന് കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശൻ ശരിക്കും ഞെട്ടാണ്. രേഖാചിത്രം കണ്ട മാത്രയിൽ തന്നെ മുത്തശ്ശൻ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാവാണ്. നയനയുടെ ചോദ്യത്തിന് മുന്നിൽ മുത്തശ്ശൻ അത് ആരാണെന്ന് തുറന്നു പറയേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാഗേന്ദ്രന് അഭി ഒരു 8ന്റെ പണി ഒപ്പിച്ചു വെച്ചേക്കാണ്. ഡേവിഡ് ജോർജ് പറയുന്നതൊന്നും വകവെക്കാതെ, അയാൾ പറയുന്നതൊന്നും കേൾക്കാതെ ലാവിഷായിട്ട് കള്ളക്കടത്ത് സ്വർണം ഇറക്കാണ് അഭി. ഡേവിഡ് ജോർജ് കള്ളക്കടത്ത് സ്വർണം ഇറക്കുന്നതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അഭിയോട് പറയുന്നുണ്ട്. എന്നാൽ അഭി ആണെന്നുണ്ടെങ്കിലോ, താനാണ് അവിടുത്തെ വലിയ ആള്, നിങ്ങൾ വെറും അച്ഛന്റെ ശമ്പളക്കാരൻ മാത്രമാണ്, അപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ച് കേട്ട് നിന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞ് വലിയ അഹങ്കാരം കാണിക്കുകയാണ്. അതിനൊരു 8ന്റെ തിരിച്ചടിയായിട്ട് അഭിയുടെ കള്ളക്കടത്ത് സ്വർണം നന്ദു കയ്യോടെ പിടികൂടുകയാണ്. സ്വർണം കയ്യോടെ പിടികൂടിയ സമയത്ത് തന്നെ മുത്തശ്ശനെ വിളിച്ച് കാര്യം നന്ദു പറയുന്നുണ്ട്. ഈ വലിയ കള്ളക്കടത്തിന് പിന്നിൽ AM ജ്വല്ലറിയാണ്. അവിടുത്തെ ഡേവിഡ് ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് IG-യുടെ അനുമതി കിട്ടണമെന്ന് മുത്തശ്ശനെ വിളിച്ച് പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ അനുമതി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകളിൽ ഒരിക്കലും ഡേവിഡ് ജോർജിനെ സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്ദു വളരെ കൂളായി പോയിട്ട് ഡേവിഡ് ജോർജിനെ അറസ്റ്റ് ചെയ്യാണ്. കൂട്ടത്തിൽ ഡേവിഡ് ജോർജ് മാത്രമല്ല കേട്ടോ, അഭിയെയും നന്ദു പൊക്കുന്നുണ്ട്. അന്ന് തന്നെ ആദർശ് ആ രേഖാചിത്രത്തിന്റെ പിന്നിലുള്ള വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ നാഗേന്ദ്രൻ തന്റെ മകൻ ഇങ്ങനെ ഒരു മരവാഴയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വയം തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നാഗേന്ദ്രൻ അവന്തികയെ വഴക്ക് പറയുന്നുണ്ട്. നീ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അഭി ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ഇത്ര പെട്ടെന്ന് അറിയില്ലായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ആദർശിനെയും മാളവികയാണ്. അവര് രണ്ടുപേരും രേഖാചിത്രം മാറിയും തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം നെറ്റിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോണ്ട് വരുന്ന നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്തായി, ആ രേഖാചിത്രത്തിലുള്ള ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഏയ് ഇല്ല നയനെ, ഇതുവരെ ഇയാളെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഇനി ഇപ്പൊ എന്താ ആദർശേട്ടാ ചെയ്യാ? നമുക്കാണെങ്കിൽ ഇയാൾ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. നയനെ, ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്താ ആദർശേട്ടാ? ഇതിനു മുമ്പ് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും ഒന്ന് ചെന്ന് കാണണം. ഞാൻ MD ആവുന്നതിന് മുമ്പ് മുത്തശ്ശനായിരുന്നല്ലോ കമ്പനിയുടെ MD. ആ സമയങ്ങളിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും കാണാൻ പറ്റണം. അപ്പം മാളവിക ചോദിക്കുന്നുണ്ട്, സർ എന്നാ പിന്നെ നമ്മുടെ ജ്വല്ലറി തന്നെ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പൊ നിലവിലുള്ള സ്റ്റാഫുകളോടൊന്നും ഒരിക്കലും അന്വേഷണം നടത്താൻ പറ്റില്ല. കാരണം AM ജ്വല്ലറി ഏതൊക്കെ തരത്തിൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിലവിലുള്ള സ്റ്റാഫുകളോടൊന്നും ഈ വിവരം തിരക്കാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ ഈ രേഖാചിത്രം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ നയനെ, മുത്തശ്ശൻ MD ആയിരുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്തിരുന്ന ഇപ്പൊ അവിടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്റ്റാഫിനും ചെന്ന് കാണണം. അങ്ങനെ ആരെങ്കിലും ആദർശേട്ടൻ അറിയോ? എനിക്കറിയാം, ഒരാളുണ്ട്. മുത്തശ്ശിയുമായിട്ട് വലിയ കൂട്ടായിരുന്ന ആളാ. അദ്ദേഹം അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് മക്കളായിട്ട് ആരുമില്ല, ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. പാലക്കാട് എവിടെയാണ് വീട്. മുത്തശ്ശനാ പിന്നീട് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി കൊടുത്തത്. അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ ചിലപ്പോ ഇതാരാണെന്ന് അറിയാൻ പറ്റൂ. പക്ഷേ പാലക്കാട് എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ വീടെന്ന് അറിയില്ല. എന്നാലും അറിയാനുള്ള ചില വഴികളൊക്കെ ഉണ്ട്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ നമ്മൾ പാലക്കാട് എവിടെയെന്ന് വെച്ചാ കണ്ടെത്തുക? ഞാൻ പറഞ്ഞല്ലോ, അറിയാൻ വഴിയുണ്ട്. എന്റെ അച്ഛനും ചെറിയച്ഛനും ഇടയ്ക്കൊക്കെ അവരെ പോയി കാണാറുണ്ട്. മുത്തശ്ശൻ പറഞ്ഞേക്കുന്നതാ. അതുകൊണ്ട് അച്ഛനോടോ ചെറിയച്ഛനോടോ ചോദിച്ചാൽ അവരെവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇനിയിപ്പൊ അവസാനത്തെ കച്ചിത്തുരുമ്പ ഇതിലൂടെ എങ്ങനെയെങ്കിലും ഇയാൾ ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അതെ സാർ, ഈ വഴി എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും മുള്ളും കല്ല് നിറഞ്ഞതാണെങ്കിലും നമ്മൾ ഇയാളിലേക്ക് എത്തിച്ചേർന്നിരിക്കും. അതിന് സാറിന്റെ കൂടെ സാറിന് എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും മാളവിക ഉണ്ടാവും. അപ്പൊ നയന പറയുന്നുണ്ട്, മാളവികെ ഇപ്പൊ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തു കഴിഞ്ഞു. നിന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ കമ്പനിക്കും വിശ്വാസാ. അതുകൊണ്ടല്ലേ വിദേശത്തുണ്ടായിരുന്ന നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മാഡം, ഇതൊക്കെ എന്റെ കടമയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മൂർത്തി സാർ എനിക്ക് ചെയ്തെന്ന ഉപകാരം നോക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല മാഡം. സാറേ, എനിക്കിങ്ങനെ പറഞ്ഞേക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് AM ജ്വല്ലറിയിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് ആ ഡേവിഡ് ജോർജിന്റെ കോള് വന്നിരുന്നു. ആണോ? എന്നാ പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് AM ജ്വല്ലറിയിലേക്ക് എത്താൻ നോക്ക്. ശരി സാർ. മാഡം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ മാളവിക അവര് രണ്ടുപേരും കൂടി യാത്ര അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ നയന ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ എന്താ നയനെ? അല്ല ആദർശേട്ടൻ ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് പോകുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ പോണം. ഞാന് ഇന്ന് അമ്പലത്തിലേക്ക് പോണെന്ന് കരുതിയിരുന്നു. ആണോ? എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. നീ റെഡിയാവ്. അയ്യോ ആദർശേട്ടനെ തിരക്കില്ലേ? ഇനിയിപ്പൊ എന്ത് തിരക്കുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ തിരക്ക് മാറ്റി വെക്കും. അയ്യോ വേണ്ട ആദർശേട്ടാ, ഞാൻ എലിസബത്ത് ആന്റിയുടെ കൂടെ പൊയ്ക്കോളാം. ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഈ രേഖാചിത്രത്തിന് പിന്നിൽ ആരാണെന്ന്. അതിനുവേണ്ടി ആദർശേട്ടന് അതിൽ ശ്രദ്ധ കൊടുക്ക്. ഇതിപ്പോ ഒന്ന് അമ്പലത്തിൽ പോയി വരാനല്ലേ, അതിന് ആദർശേട്ടൻ വേണമെന്നില്ല. പക്ഷെ നയനെ, നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്റെ വീട്ടുകാർ എന്നെ വഴക്ക് പറയും. അതിന് ഞാൻ പോകുന്നത് ആരും അറിയാതിരുന്നാ പോരെ? പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, എന്റെ കൂടെ എലിസബത്ത് ആന്റി ഇല്ലേ? അപ്പോഴാണ് എലിസബത്ത് അങ്ങോട്ട് വരുന്നത്. മോൻ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ, മോളുടെ കൂടെ ഞാൻ പൊയ്ക്കോളാം. മോക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാലോചിച്ച് മോൻ ടെൻഷൻ അടിക്കണ്ട. എലിസബത്ത് ആന്റി,
ഇവള് ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കുക. അത് മോന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? മോൻക്ക് പല കാര്യങ്ങളും അറിയാനും കണ്ടെത്താനും ഇരിക്കുന്നു. അതിന് പിന്നിൽ നെട്ടോട്ട് ഓടുമ്പോൾ മോൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും സമയം ചെലവഴിക്കേണ്ടെന്നാ മോള് പറഞ്ഞത്. അതിനൊക്കെ ഇപ്പൊ ഇവിടെ ഞാനുണ്ടല്ലോ. മോൾക്ക് ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം മോനെ. ആന്റി ഉണ്ടായതുകൊണ്ടാ എനിക്കൊരു ആശ്വാസം. എന്നാ പിന്നെ ആന്റി നയനയുടെ കൂടെ പോവില്ലേ? ഞാൻ പൊയ്ക്കോളാം. മോന്റെ ജോലി എന്താന്ന് വെച്ചാ മോൻ അത് ചെയ്തോ. അപ്പൊ നയന പറയുന്നുണ്ട്, ആന്റി എന്നാ പിന്നെ ആന്റി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. പെട്ടെന്ന് നയന ഫോണിലൂടെ മുത്തശ്ശൻ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അതായത് മുത്തശ്ശൻ അന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ മുത്തശ്ശനോട് നയന വന്ന് നിൽക്കാൻ പറയാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നപ്പോ അത് എടുത്ത് നോക്കുന്നുണ്ട് മുത്തശ്ശൻ. മുത്തശ്ശനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നയന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോ മുത്തശ്ശന് സന്തോഷാവാണ്. പെട്ടെന്നാണ് മുത്തശ്ശി അകത്തോട്ട് കയറി വരുന്നത്. മുത്തശ്ശി കയറി വരുന്നത് കണ്ടപ്പോ തന്നെ മുത്തശ്ശൻ ഒന്ന് ഫോണ് മാറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താടോ വസുന്ധരെ, തന്റെ മുഖത്ത് ഒരു സന്തോഷം പോലെ? അതെ, വേറൊന്നുമല്ല. ഇദ്ദേഹം വല്ലതും അറിഞ്ഞോ? ഇല്ല. എന്താ കാര്യം? അതെ, നവ്യയുടെ കുഞ്ഞിന്റെ അടുത്തേക്ക് നമ്മുടെ ചന്തുമോളെ അടുപ്പിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പൊ ചന്തുമോൾ ഏത് സമയം നവ്യയുടെ കുഞ്ഞിന്റെ അരികിലാ. എന്തേ കേൾക്കുന്നത്? അതെ, കണ്ടപ്പോ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ നവ്യ വഴക്കൊന്നും പറയുന്നില്ല. ആദ്യം കുഞ്ഞിനെ ഒരുപാട് വഴക്കു അറിയായിരുന്നു. ഈടെയായിട്ട് വഴക്കൊന്നും പറയുന്നത് കാണാനില്ല. പിന്നെ ചന്തുമോളാണെങ്കിൽ കൂടെ കളിക്കാൻ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷത്തിലാ. അങ്ങനെ എല്ലാം കലങ്ങി തെളിയടോ. നവ്യക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ദിവസം വരും. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് കണ്ണടയണമെന്നാ എൻ്റെ പ്രാർത്ഥന. എടോ വസുന്ധരെ, എല്ലാം കണ്ട് സന്തോഷിച്ചിട്ടേ നമ്മളൊക്കെ പോവത്തുള്ളൂ. പിന്നെ എനിക്കിന്നൊരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? അത് പിന്നെ അമ്പലത്തിലോട്ടാ. അമ്പലത്തിലോട്ടാണോ? എന്നാ ഞാനും വരുന്നു. എനിക്കൊന്ന് അമ്പലം വരെ പോകണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ നിനക്കിപ്പോ വരാൻ പറ്റില്ല. അതെന്താ? കുടുംബക്ഷേത്രത്തിലേക്ക് ഞാനുണ്ട്. ദേ, അന്നത്തെ പോലെ ഇന്നും എന്നെ ഒഴിവാക്കണ്ട. എടോ വസുന്ധരെ, തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. താൻ വന്നാൽ ശരിയാവില്ല. താൻ നാളെ വേണമെങ്കിൽ ദേവ്യാനയുടെ കൂടെ രാവിലെ പൊയ്ക്കോ. ഞാനൊന്നും പറയുന്നില്ല. ചോദിച്ചാലും ഇദ്ദേഹം ഒന്നും പറയത്തില്ലല്ലോ. പറയോടോ വസുന്ധരെ, ഞാൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് തന്നോടെല്ലാം പറയാം. ഇപ്പം ഞാൻ പോയിട്ട് വരാം. ഇദ്ദേഹത്തെ ഞാൻ ഇന്ന് വരെ എതിർത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് AN ജ്വല്ലറിയാണ്. AN ജ്വല്ലറിയിൽ അബി ഇരിക്കുന്ന റൂമിലോട്ട് ഡേവിഡ് ജോർജ് വരുന്നുണ്ട്. സാറേ, മേയ് കമിൻ? വാ. സാറ് തിരക്കിലാണോ? കുറച്ച് തിരക്കിലാ. എന്നാലും കുഴപ്പമില്ല. എന്തിനാ വന്നത്? അത് പിന്നെ നമ്മുടെ AN ജ്വല്ലറിയുടെ ലേബലിൽ കുറച്ച് കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടി. അതിനെക്കുറിച്ച് ചോദിക്കാനാ വന്നത്. എപ്പോഴും വരുന്നത് കുറച്ച് സ്റ്റോക്കല്ലേ? ഇത് ബൾക്കായി വന്നു കഴിഞ്ഞാൽ കുറച്ചായി ഇങ്ങനെ വരുത്തിക്കണോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലടോ. സാറേ, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ചായി വരുത്തിക്കുമ്പോൾ പോലീസുകാർക്ക് സംശയം വരില്ല. എന്നാൽ ഇതുപോലെ ബൾക്കായിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തന്നെയൊക്കെ ആരാടോ പിടിച്ച് MD ആക്കിയത്? എല്ലാത്തിനും എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോൾ ഡേവിഡ് ജോർജിന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഡേവിഡ് ജോർജിന് ദേഷ്യം വരാണ്. എടോ, താൻ ഒരു കാര്യം മനസ്സിലാക്ക്. ഇങ്ങനെ കുറച്ചായിട്ട് കള്ളക്കടത്ത് സ്വർണം നടത്തിയാലേ നമ്മളെ മൂർത്തീസ് ജ്വല്ലറിയുടെ മുകളിൽ എന്നും എത്താൻ പോകുന്നില്ല. പെട്ടെന്ന് കുതിച്ച് ചാടണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു വഴി. ബൾക്കായിട്ട് സ്വർണം എത്തിക്കണം. പക്ഷേ ഇത് നേരായ വഴിയിലൂടെ ഉള്ള സ്വർണം അല്ലല്ലോ സാറേ. ലേബൽ ഇല്ലാത്ത സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇത് പിടിക്കപ്പെട്ട പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് സ്വർണം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തല ഉരായിരുന്നു. ഇത് വലിയ രീതിയിൽ സ്വർണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. നമ്മുടെ കയ്യിലൊന്നും കാര്യം ഒതുങ്ങില്ല എന്ന് താൻ അങ്ങോട്ട് പറയലാണോ? താൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടാക്കിയതിൽ വളരെ ചുരുക്കം സ്വർണം മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി സ്വർണ്ണമൊക്കെ എവിടെ? താൻ അങ്ങ് വിഴുങ്ങിയോ? താൻ എൻ്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്താണോ? അയ്യോ സാറേ, ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഒരിക്കൽ പോലും നാഗേന്ദ്രൻ സാറിനെ പറ്റിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സേവനം ചെയ്തിട്ടേ ഉള്ളൂ. ആണല്ലോ. എന്നാ പിന്നെ അദ്ദേഹത്തിന് സേവനം ചെയ്യുന്നത് പോലെ എനിക്കും താൻ സേവനം ചെയ്താൽ മതി. അല്ലേലും താൻ എൻ്റെ അച്ഛൻ്റെ ശമ്പളക്കാരനല്ലേ? അപ്പൊ പിന്നെ ശമ്പളക്കാരൻ എന്ന നിലക്ക് നിന്നാ മതി. അല്ലാതെ ഇതുപോലെ ഉപദേശങ്ങളുമായിട്ട് MDയുടെ അടുത്തോട്ട് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഞാൻ വഴക്ക് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കേട്ടെന്ന് വരും. സാർ ഒരിക്കലും ഇങ്ങനെ ബൾക്കായിട്ട് സ്വർണം കടത്താൻ പാടില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഇൻഫോർമേഷൻ കിട്ടില്ലെന്ന് ആര് കണ്ടു? എടോ ഡേവിഡേ, തന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബൾക്കായിട്ട് സ്വർണ്ണം എത്തിയാലേ മൂർത്തീസ് ജ്വല്ലറിക്ക് മുകളിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂന്ന്. ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നോ അതിൻ്റെ കൂടെ താൻ നിന്നോണം. അല്ലാതെ എന്നെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ, അച്ഛനോട് പറഞ്ഞ് തൻ്റെ ഈ MD സ്ഥാനം തെറിപ്പിക്കും ഞാൻ. മോനെ, ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. AN ജ്വല്ലറി ഈ ഒരു സ്ഥാനത്തെത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.
ആ കഷ്ടപ്പാടിന് ഒരു വിലയില്ലാതാക്കരുത്. കള്ളക്കടത്ത് സ്വർണം കടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസിനെ മറികടന്ന് ബൾക്കായിട്ടൊക്കെ സ്വർണം കടത്താൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിടിക്കപ്പെടും. എടോ, അപ്പൊ തന്നോടല്ലേ ഞാൻ ഇതൊന്നും പറയുന്നത്? തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനിയെല്ലാം സാറിന്റെ ഇഷ്ടം. എടോ, താനൊന്ന് നിന്നേ. എന്താ സാറേ? ഈ വിവരം എൻ്റെ അച്ഛൻ ഒരിക്കൽ അറിയാൻ പാടില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അതപ്പം തന്നെ സാറിൻ്റെ അച്ഛനെ അറിയിക്കണം. എടോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇതൊന്നും എൻ്റെ അച്ഛൻ അറിയരുതെന്ന്. ഇനി എങ്ങാനും എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അതോർത്താ തനിക്ക് തന്ന് ഇവിടെ ശമ്പളം പറ്റി ജീവിക്കണം അതോ തെരുവിലോട്ട് ഇറങ്ങണമെന്ന് താൻ തന്നെ ആലോചിച്ചോ. ഇതും കേട്ടോണ്ട് ദേഷ്യം പിടിച്ചാണ്ടോ ഡേവിഡ് ജോർജ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയം തന്നെ ഡേവിഡ് ജോർജ് മനസ്സിൽ കരുതുന്നുണ്ട്, ഇവൻ എന്തൊരു മനുഷ്യനാ. സ്വന്തം അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാ ഈ ജ്വല്ലറി കെട്ടിപ്പടുത്തത്. അതൊറ്റടിക്ക് നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുവാ. ഇതിപ്പോ നാഗേന്ദ്രൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ ജോലി തെറിപ്പിക്കും. എന്തായാലും വരുന്ന വഴിക്ക് വെച്ച് കാണാം. പറഞ്ഞില്ലെങ്കിൽ അയാൾ എൻ്റെ ജോലി തെറിപ്പിക്കും. പറഞ്ഞ ഇവനും എന്തെങ്കിലും ആവട്ടെ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് ജോർജ് അവിടുന്ന് പോവാണ്. ആ സമയത്ത് അഭി മനസ്സിൽ കരുതുന്നത്, ഇയാളെ എങ്ങനെയെങ്കിലും MD സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഉപദേശങ്ങളുമായിട്ട് വന്നോളും. MD സ്ഥാനത്ത് നിന്നല്ല, ഈ ജ്വല്ലറിയിൽ നിന്ന് തന്നെ അയാളെ പുറത്താക്കണം. എന്നിട്ട് എനിക്ക് ആ സ്ഥാനത്ത് കയറിയിരിക്കണം. സ്വന്തം അനിയത്തിയായ അവന്തികയ്ക്ക് പോലും ആ സീറ്റ് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. ഞാനാ അയാളെ കയറിയിരിക്കാൻ സമ്മതിക്കുന്നത്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അമ്പലമാണ് കേട്ടോ. അമ്പലത്തിലാണെങ്കിൽ തൊഴുതതിനു ശേഷം മുത്തശ്ശനെ കാത്തു നിൽക്കാണ് എലിസബത്തും നയനയും. എലിസബത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നയനെ, മുത്തശ്ശനോട് നീ വരാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ വരും എലിസബത്ത് ആന്റി. മുത്തശ്ശൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എന്തായാലും പാലിച്ചിരിക്കും. അപ്പോഴാണ്ടോ മുത്തശ്ശന്റെ കാർ വന്ന് നിൽക്കുന്നത് കാണുന്നത്. എന്നിട്ട് മുത്തശ്ശൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയ പാടെ അമ്പലത്തിലോട്ട് കയറാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ നയനയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. മുത്തശ്ശ, മോളെ നയനെ, എന്തൊക്കെയുണ്ട്? എനിക്ക് സുഖം തന്നെ മുത്തശ്ശ. ആദർശ് പിന്തുടർന്നൊന്നും വരില്ലല്ലോ? ഏയ് ഇല്ല, ആദർശേട്ടന് അവിടെ ഒരുപാട് തിരക്കാ. അവന് തിരക്കുണ്ടായത് നന്നായി. അതുകൊണ്ട് നമുക്കിടക്കൊക്കെ ഇതുപോലെ കാണാൻ പറ്റുമല്ലോ. അപ്പൊ എലിസബത്ത് പറയുന്നുണ്ട്, മുത്തശ്ശനും മോളും സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. അങ്ങനെ എലിസബത്ത് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല മോൾ എന്തിനാ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ കൊച്ചുമകനെ അറിയില്ലല്ലോ മുത്തശ്ശൻ എത്രത്തോളം കൊച്ചുമകനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതറിയാൻ പാടില്ലല്ലോ മോളെ. പാടില്ല, എന്നാലും എനിക്കറിയാലോ മുത്തശ്ശൻ എത്രത്തോളം കൊച്ചുമകനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടിപ്പോൾ എന്താ? അതുകൊണ്ട് ഒരു കാര്യം അറിയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? മുത്തശ്ശ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞില്ലായിരുന്നോ ഒരു രേഖാചിത്രത്തിനെ കുറിച്ച്? സേവന്റെ സഹായത്തോടു കൂടി വരച്ചെടുത്ത ചിത്രം. മോളന്ന് പറഞ്ഞിരുന്നു. അതെന്തായി? ആ രേഖാചിത്രം കിട്ടിയോ? കിട്ടി. ആ രേഖാചിത്രത്തിലുള്ള വ്യക്തിയെ എവിടെയോ കണ്ടു പറഞ്ഞതുപോലെയെന്ന് ആദർശേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു. ആണോ? എന്നിട്ട് ആ രേഖാചിത്രം നോക്കിയിട്ട് അവൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല, ആളെ വ്യക്തമാവുന്നില്ല. ഇനി ആളുടെ പൂർണ്ണരൂപം അതാണോ അല്ലേന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അത് വെറുമൊരു രേഖാചിത്രമല്ലേ? അല്ല, മോളുടെ കയ്യിൽ ആ രേഖാചിത്രം ഉണ്ടോ? ഉണ്ട്. മുത്തശ്ശനോട് ചോദിക്കാനും കൂടിയാ ഞാൻ വന്നത്. അല്ല, അപ്പോ ആദർശ് ഈ രേഖാചിത്രത്തിലുള്ളത് ആരാണെന്ന് എങ്ങനെ അറിയാം? മുത്തശ്ശന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടല്ലോ, പാലക്കാട്ടുകാരൻ ശങ്കർനാഥ്. അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ആദർശേട്ടൻ പുറപ്പെട്ടിട്ടുണ്ട് ഇയാൾ ആരാണെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചറിയാൻ പറ്റുമല്ലോ. ആ സമയത്ത് മുത്തശ്ശനൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല രീതിക്കായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ലേ മോളെ? അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ കാര്യം. എന്തായാലും മുത്തശ്ശൻ അതൊക്കെ ചെയ്തത് ആദർശേട്ടനിൽ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. അതേതായാലും നന്നായിന്നേ എനിക്കും പറയാനുള്ളൂ. മുത്തശ്ശ, ഞാൻ ആ രേഖാചിത്രത്തിന്റെ ഫോട്ടോ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ഫോൺ എടുക്കാനിട്ടോ നയന. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗാലറി തുറന്ന് ആ ഒരു ഫോട്ടോ മുത്തശ്ശന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശ, ഇതാണ് രേഖാചിത്രം. അങ്ങനെ മുത്തശ്ശൻ ആ ഫോട്ടോ നോക്കാനിട്ടോ. കണ്ട പാടത്തന്നെ മുത്തശ്ശൻ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോയിലോട്ട് തന്നെ തുറച്ചു നോക്കിയിട്ട് ദേഷ്യം കടിച്ചമർത്താനിട്ടോ മുത്തശ്ശൻ. ഇത് കണ്ട നയനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. നയന പെട്ടെന്ന് തന്നെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് ഇതാരാണെന്ന് അറിയോ? അപ്പോഴതും മുത്തശ്ശൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മുത്തശ്ശൻ ആരാണെന്ന് അറിയാല്ല. അപ്പോ മുത്തശ്ശ, എന്നോടെങ്കിലും പറയേ ഇതാരാണെന്ന്. എങ്ങനെയെങ്കിലും ഇയാളെ കണ്ടെത്തിയേ പറ്റൂ മുത്തശ്ശ. മോളെ, ഇവൻ ആരാണെന്ന് നീ അറിഞ്ഞ ഇവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പ് നീ. ഇവൻ ചെയ്ത പ്രവൃത്തി നീ അറിഞ്ഞാൽ അത്രത്തോളം വിശ്വാസവഞ്ചനയാ ഇവൻ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ ജ്വല്ലറിയോടും ചെയ്തത്. അത്രത്തോളം വിശ്വാസവഞ്ചന ചെയ്ത ഇയാൾ ആരാ മുത്തശ്ശ?
എനിക്കറിയണമെന്നുണ്ട്. മുത്തശ്ശൻ എന്നോടെങ്കിലും സത്യം പറ. അതിനി പറയാതിരുന്നിട്ട് എന്താ കാര്യം? അപ്പോ ഇവനാണ് ഈ ജ്വല്ലറിയുടെ പിന്നിൽ. മോളെ, നീ ഇപ്പം ചോദിച്ചല്ലോ ഇവൻ ആരാണെന്ന്, ഈ വൃത്തിയേട്ടവൻ. എന്നാ കേട്ടോ, ഞാനും വസുന്ധരയും ഞങ്ങളെ മക്കളേക്കാൾ ഏറെ സ്നേഹം കൊടുത്ത് ദത്തെടുത്ത് വളർത്തിയ ഞങ്ങളുടെ ജലജ. ലീവിൽ ഞാൻ നാട്ടിൽ വരുമ്പോഴും എൻ്റെ മക്കളായ ജയന്തിയും അജയന്തിയും കൂടെയല്ല ഞാൻ സമയം ചെലവഴിച്ചത്. ജലജയുടെ കൂടെയാ. അവൾ എനിക്ക് ദത്തുപുത്രി ആയിരുന്നില്ല. എനിക്കും വസുന്ധരയ്ക്കും സ്വന്തം മകളെ പോലെ ആയിരുന്നു. അവൾക്ക് ആദ്യമൊക്കെ തിരിച്ചും അങ്ങനെയായിരുന്നു. പക്ഷേ ഒരുപാട് നാൾ കഴിഞ്ഞു ജലജയ്ക്ക് വിവാഹപ്രായം എത്തി. ആ സമയത്ത് ഞങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരാൾ കൊണ്ടുവന്നതാ ഇവനെ. മുത്തശ്ശ, ഇപ്പോഴും മോൾക്ക് മനസ്സിലായില്ലേ? ജലജയുടെ മക്കളുടെ അച്ഛൻ, അതായത് അബിയുടെയും അവന്തികയുടെ അച്ഛനാ, ദുഷ്ടനായ അച്ഛൻ. അപ്പച്ചിയുടെ ഭർത്താവാണോ ഇത്? അതെ, ജലജയുടെ ഭർത്താവാ ഇത്. ഇവനെ വിശ്വസിച്ച്, എൻ്റെ മക്കളേക്കാൾ കൂടുതൽ ഞാൻ ഇവനെ വിശ്വസിച്ച്, ഇവന് വലിയൊരു പൊസിഷൻ ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ കൊടുത്തു. ഇവനെ ഞാൻ ആദർശിന്റെ സ്ഥാനത്തിരുത്തി. പക്ഷെ ഇവൻ എന്നോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ മോളെ. വലിയ തോതിൽ വിശ്വാസവഞ്ചന കാണിച്ചു. അത് മാത്രമല്ല ഇവൻ ചെയ്തത്. പണ്ടൊക്കെ ജലജ ചെറിയ കാര്യങ്ങളിൽ മാത്രമേ പ്രശ്നം ഉണ്ടാക്കാറുള്ളായിരുന്നു. എന്നാൽ ഇവൻ വന്നതോടുകൂടി ജലജയുടെ മനസ്സിൽ ഇവൻ വിഷം കുത്തിവെച്ചു. അതിനുശേഷം ജലജ ഇത്രയ്ക്ക് മതം പതിച്ച രീതിയിൽ ഓരോന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്. ഇവൻ വന്നതോടെ ജലജയുടെ ജീവിതവും സ്വഭാവ രീതിയും എല്ലാം മാറി മറിഞ്ഞു. ഇവൻ ഒറ്റ ഒരുത്ത കാരണമാ ജലജയുടെ സ്വഭാവം അങ്ങനെ ആയത്. അത് മാത്രം കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടാ ഇവൻ ഇറങ്ങിപ്പോയത്. ഇപ്പം അവൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുക മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവനായിരിക്കും നമ്മുടെ ശത്രുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മോളെ. എന്തായാലും ഇവനായതുകൊണ്ട് ശത്രുവിനെ ഇനി നിസ്സാരമായിട്ട് നേരിടാം. ഇനി ഇവനെ നിസ്സാരമായിട്ട് വേരോടെ പിഴുതെറിയാം മോളെ. എന്തായാലും ആദർശിന് ഇന്നത്തോടു കൂടി സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇതാരാണെന്നുള്ള സത്യം ശങ്കറിനെ ഇവനെ നന്നായിട്ട് അറിയാം. ആദർശ് തെരഞ്ഞെടുത്ത വഴിയാ ശരി. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം മോളെ. മുത്തശ്ശ, അതുകൊണ്ടാണ് അബിക്ക് ഇത്ര തലയെടുപ്പ് അല്ലേ? അതെ, പക്ഷേ അബിക്ക് ഇതിനെ പിന്നിൽ അവൻ്റെ അച്ഛനാണെന്നുള്ള സത്യം അറിയില്ലെന്ന് തോന്നുന്നു. അവനെ സത്യമൊന്നും അറിയിക്കാതെ കൊമ്പത്തിരുത്തു അവൻ്റെ അച്ഛൻ. ഇപ്പം മോക്ക് മനസ്സിലായില്ലേ അവനും മെയിൻ ജ്വല്ലറിയും തമ്മിൽ എന്താ ബന്ധമെന്ന്? മനസ്സിലായി മുത്തശ്ശ. ഇന്നത്തോടു കൂടി ആദർശേട്ടനെല്ലാം മനസ്സിലാവുമല്ലോ. അതോടുകൂടിയിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. മുത്തശ്ശ, എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ മുത്തശ്ശനെ വിളിക്കാം. ഇപ്പം എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ആദർശേട്ടൻ ഇറങ്ങാൻ സമയമായി കാണും. ശരി മോളെ. മോളെ, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ശരി മുത്തശ്ശ. ഇതും പറഞ്ഞുകൊണ്ട് നയന എലിസബത്തിന്റെ കൂടെ വീട്ടിലോട്ട് മടങ്ങാൻ കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യയുടെ കൂട്ടുകാരിയാണ് കേട്ടോ. കൂട്ടുകാരിയായി നമിതയോട് നവ്യ പറയുന്നുണ്ട് അബിയിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം എത്തുന്നു എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. നീ അത് എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിവരം അറിയിക്കണം. അങ്ങനെ നമിത നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. നന്ദു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഫോൺ വരുന്നത് കണ്ടിട്ട് അൺനോൺ നമ്പർ ആയതുകൊണ്ട് തന്നെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, SI നന്ദന മേഡം അല്ലേ? അതെ മേഡം, എനിക്കൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്ത് ഇൻഫോർമേഷൻ? അതായത് കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണ്ണോ? എവിടെ നിന്ന്? അല്ല, ആരെയും വിളിക്കുന്നത് ആരും ആവട്ടെ മേഡം, അതിൽ പ്രസക്തി ഇല്ലല്ലോ. പക്ഷേ കള്ളക്കടത്ത് സ്വർണം ഒരിക്കലും ആഗ്രഹിച്ചവരുടെ കയ്യിൽ എത്തരുത്. അതിനു മുമ്പേ കള്ളക്കടത്ത് സ്വർണം കൈയോടെ പിടികൂടണം. നമ്മുടെ ജംഗ്ഷനിലൂടെയാ കള്ളക്കടത്ത് സ്വർണം പാസ് ചെയ്യുന്നത്. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ, ഇതാരാ വിളിക്കുന്നേ? ഷോ, ഇതാരാ ഇപ്പൊ വിളിച്ചത്? എന്തായാലും വിളിച്ചാളുടെ പിന്നിൽ പോയിട്ട് കാര്യമില്ല. കള്ളക്കടത്ത് സ്വർണം പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാർ കണ്ടെത്തണം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് 1-2 പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നന്ദു റോട്ടിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഓരോരോ വണ്ടികളായിട്ട് പരിശോധിച്ചുകൊണ്ട് നിൽക്കാണ്. ഒരൊറ്റ വണ്ടി പോലും കടത്തി വിടുന്നില്ല കേട്ടോ. അങ്ങനെ നവ്യാണെങ്കിൽ നമിതയോട് പറയുന്നുണ്ട്, നമിതേ, ഇതിനെ പിന്നെ ലേയൻ ജ്വല്ലറി ആണെന്നുള്ള ഇൻഫർമേഷൻ മാത്രം നീ എന്തുകൊണ്ട് കൊടുത്തില്ല? സത്യം പറയാലോ, പേടിച്ച് വരച്ചുകൊണ്ടാ നന്ദുവിന് ഫോൺ ചെയ്തത്. അതിനിടയ്ക്ക് അത് പറയാൻ ഞാൻ വിട്ടു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരിക്കൽ കൂടി വിളിക്കാലേ? പെട്ടെന്ന് വിളിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് നമിത വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്ദുവിന് ആ അൺനോൺ നമ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവാണ്. അപ്പം തന്നെ നന്ദു പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഹലോ ഹലോ, നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല മാഡം. ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ AN ജ്വല്ലറിയാണ് ഈ കള്ളക്കടത്തിന്റെ പിന്നിലെന്നാണ്. അവിടുത്തെ ഡേവിഡ് സാറിന്റെ ചില ശബ്ദ സന്ദേശങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എത്രയും പെട്ടെന്ന് മാഡത്തിന് ഫോർവേഡ് ചെയ്യാം. ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ഷോ, ഇവരെന്താ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നത്? എടോ, ആ വണ്ടി ചെക്ക്, എവിടെയാണോ നോക്കി നിൽക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വണ്ടി പോലും വിടാതെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ നന്ദു. പെട്ടെന്ന് ഒരു കാർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു ഗുണ്ടയാണ് ഡ്രൈവർ. ഷോ, പോലീസാണല്ലോ. അയ്യോ, കാറ് പരിശോധിച്ചാൽ എന്തായാലും കിട്ടും. ബൾക്കായിട്ടുള്ള സ്വർണ്ണം ഇപ്രാവശ്യം കടത്തുന്നത്.
ഹ്യൂ, ഈ ട്രാഫിക്കിന്റെ ഇടയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാനാ? ആ സമയത്തിന് ആ കാറിന്റെ അടുത്തോട്ട് നന്ദു എത്തുന്നുണ്ട് കേട്ടോ. ഡോ, കാർ തുറന്നേ, ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിനാ മേഡം? തന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? മേഡം, ഇതിനകത്തൊന്നുമില്ല. എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ഹോസ്പിറ്റൽ കേസോ? എടോ, പെട്ടെന്ന് നോക്കിയേ. ആ സമയത്തിന് നന്ദുവിന്റെ കയ്യിൽ നിന്ന് കൊതറി ഓടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അയാള്. പെട്ടെന്ന് തന്നെ നന്ദു പിന്നാലെ ഓടിയിട്ട് അയാൾ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, മേഡം ഇതിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്, എല്ലാം കള്ളക്കടത്ത് സ്വർണ്ണാണെന്നാ തോന്നുന്നത്. ഡാ, അപ്പൊ താനാണ് കള്ളക്കടത്ത് സ്വർണം കടത്തുന്നത് ഏൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്? ഏൻ ജ്വല്ലറിക്കോ? ഞാൻ ആർക്കും വേണ്ടി സ്വർണം കടത്തിയിട്ടില്ല. ആ കാറിൽ സ്വർണ്ണമുള്ളതൊന്നും എനിക്കറിയില്ല. എടോ, ഇവനെ പിടിച്ച് ജീപ്പിൽ കയറ്റ്, ബാക്കിയൊക്കെ അവിടെ നാക്കാം. ഇതും പറഞ്ഞോണ്ട് സ്വർണവും അയാളെയും പിടിച്ചിട്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പറയടോ, സത്യം പറഞ്ഞില്ലെങ്കിൽ തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഇതും പറഞ്ഞോണ്ട് നന്ദു തിരിച്ചു മറിച്ച് അയാളെ തല്ലുന്നിട്ട് കേട്ടോ. അവസാനം തല്ലി 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 അയാളുടെ വായിൽ നിന്ന് ചോര വരെ വീഴാണ്. അയ്യോ മേഡം, ഇനി എന്നെ തല്ലല്ലേ? തല്ലണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയടോ. സത്യം പറഞ്ഞാൽ തന്നെ ഞാൻ വെറുതെ വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ പറയുന്നത് വരെ ഇതുപോലെ തല്ലി ചതയ്ക്കും നിന്നെ. നിനക്കറിയാലോ, നീ കള്ളക്കടത്ത് സ്വർണ്ണ കടത്തിയേക്കുന്നത്. അയ്യോ, ഞാൻ പറയാം. ഒന്നെങ്കിൽ നിങ്ങളുടെ കൈക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ കൈക്കൊണ്ട് ചാവും. അപ്പം പിന്നെ സത്യം പറഞ്ഞല്ലേ പറ്റൂ മേഡം. പറയടാ, ആരാ? ഏൻ ജ്വല്ലറി അല്ലേ ഇതിൻ്റെ പിന്നിൽ? അതെ, ഏൻ ജ്വല്ലറിയിൽ അബിസാറ് പറഞ്ഞിട്ടാ ഈ സ്വർണം കടത്തിയത്. അബിസാറോ? അവൻ അവിടുത്തെ മാനേജറല്ലേ? അവൻ മാനേജറൊന്നുമല്ല, ആ ഏൻ ജ്വല്ലറിയുടെ ഓണറാ. ഏൻ ജ്വല്ലറിയുടെ ഓണറോ? എടോ, അവൻ അവിടുത്തെ മാനേജറാ. അല്ല അല്ല സാറേ, അവൻ അവിടുത്തെ മാനേജറല്ല, അവൻ അവിടുത്തെ ഓണറാ. താൻ പറയുന്നത് സത്യമാണോ? അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. അബിസാറ് പറഞ്ഞിട്ട് ഈ സ്വർണം കടത്തിയത്. എടോ, ഇവനെ പിടിച്ച് ലോക്കപ്പിൽ അടിക്കേ, എന്നിട്ട് നമുക്ക് ഏൻ ജ്വല്ലറിയിലേക്ക് പോവാം. അങ്ങനെ അവരെ പിടിച്ച് ലോക്കപ്പിലേക്ക് എടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലോക്കപ്പ് പൂട്ടിയതിനു ശേഷം അവരെല്ലാവരും കൂടി നേരെ ഏൻ ജ്വല്ലറിയിലേക്ക് പുറപ്പെടാണ്. അതായത് കുറച്ച് പോലീസുകാരും നന്ദുവും കൂടി ചേർന്ന്. വഴിയിൽ വെച്ച് നന്ദു മുത്തശ്ശന് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ, ഹലോ മുത്തശ്ശ. എന്താ മോളെ? മുത്തശ്ശ, എനിക്ക് മുത്തശ്ശൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ മോളെ വേണ്ടത്? അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശനോട് നന്ദു പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ ഇത്രയും വലിയ കള്ളക്കടത്ത് നടത്തിയ ഏൻ ജ്വല്ലറിയെ വെറുതെ വിടാൻ പാടില്ല മോളെ. നിനക്ക് വേണ്ടി ഐജിയോട് ഞാൻ സംസാരിക്കാം. നീ പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്യ്. ശരി മുത്തശ്ശ, എനിക്ക് മുകളിൽ നിന്നുള്ള ഫോഴ്സില്ലെങ്കിൽ അവരെന്തായാലും അറസ്റ്റ് ചെയ്യാൻ പറ്റും. നീ ധൈര്യമായിട്ട് അറസ്റ്റ് ചെയ്ത മോളെ. ഐജി നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഏൻ ജ്വല്ലറിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ നന്ദു കൂടി ഇടിച്ച് കയറി ചെല്ലുകയാണ് കേട്ടോ ഏൻ ജ്വല്ലറിയിലോട്ട്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് നന്ദുവിൻ്റെ അടുത്തോട്ട് വരുന്നത്. മേഡം 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 എങ്ങോട്ടാ? എങ്ങോട്ടാന്ന് അറിഞ്ഞാലേ താൻ ഞങ്ങളെ കടത്തി വിടത്തുള്ളൂ. അത് പിന്നെ മേഡം, ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉള്ള സമയം. ഇപ്പോൾ വന്ന് റെയ്ഡ് നടത്തിയാൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും. അതിന് ഇപ്പോൾ പോയിട്ട് മേഡം പിന്നെ വരണം. അത് ശരി, ഞങ്ങളെന്താ നിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വന്നവരാണോ? ഈ വരുന്ന കസ്റ്റമേഴ്സിന് വരണോ വരണ്ടേന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാ. മാറി നിൽക്കടോ, ഇവനെ പിടിച്ച് മാറ്റ്. അങ്ങനെ മറ്റു പോലീസൊക്കെ അവനെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. നേരെ നന്ദു ആണെങ്കിൽ ഡേവിഡ് ജോർജിന്റെ മുറിക്കകത്തോട്ട് കയറി ചെല്ലാണ്. പെട്ടെന്ന് തന്നെ നന്ദുവിനെ കണ്ട് ഡേവിഡ് ജോർജ് ഷോക്കാവുന്നുണ്ട്. എന്താ, എന്ത് വേണം? നിങ്ങളെന്തിനാ ഇതിനകത്തോട്ട് കയറി വന്നത്? ഇതിനകത്തോട്ട് കയറാൻ എനിക്ക് തൻ്റെ പെർമിഷൻ വേണോടോ? തെറ്റ് എവിടെ കണ്ടാലും അതിന് നിയമ നടപടി എടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. കൊള്ളാം കൊള്ളാം എൻ്റെ മേഡം, തെറ്റ് എവിടെ കണ്ടാലും അവിടെ നിയമ നടപടി എടുക്കണം എന്ന് വെച്ച് തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ പാടുണ്ടോ മേഡം? താനായിരിക്കും ആ പുണ്യാളൻ, തെറ്റ് ചെയ്യാത്തവൻ. ഞാനും എൻ്റെ വിശ്വസ്തമായ സ്ഥാപനമായിട്ടുള്ള ജ്വല്ലറിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാഡം എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പറയാം, എന്നാ കേട്ടോ. താൻ ഇത്രയും കാലം ഒളിച്ചും പാത്തും ആയിരുന്നല്ലോ ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കഴിവ് കേട്ടവൻ, ഒന്നിനും പറ്റാത്തൊരു ബിരുദാനന്തര ബിരുദനെ പിടിച്ച് മാനേജറാക്കിയിട്ടുണ്ടല്ലോ. അവന്റെ കഴിവുകേടുകൊണ്ട് ഏൻ ജ്വല്ലറിക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്ന കള്ളക്കടത്ത് സ്വർണവും അത് കൊണ്ടുവന്ന ഡ്രൈവറെയും ഞാൻ പിടികൂടി. ദേ മേഡം, നിങ്ങൾക്ക് ഞങ്ങളുടെ ജ്വല്ലറിയോട് ശത്രുത കാണും എന്ന് കരുതി ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. ഞാനല്ല പറഞ്ഞത്, പിടികൂടിയ ഡ്രൈവറാ പറഞ്ഞത്. ഏൻ ജ്വല്ലറിയുടെ അബിസാറാണ് ഇതിന്റെ പിന്നിലെന്ന്. അബിയോട് ഞാൻ പറഞ്ഞതാ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാവൂ? താനിപ്പോൾ എന്താ ആലോചിച്ചെന്ന് എനിക്ക് മനസ്സിലായി. വെഡിയായ അബിയാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലെന്നല്ലേ? ഞാനൊന്നും ആലോചിച്ചിട്ടില്ല മേഡം. താൻ ആലോചിക്കണ്ട, തനിക്ക് ആലോചിക്കാനുള്ള സമയം തരുന്നില്ല. എന്നാ പിന്നെ പോവാം. ഞാൻ സാറമ്മ കരുതുന്നത് പോലെ അത്ര നിസാര മീനല്ല. താൻ എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിരിക്കും. വരില്ലെന്ന് പറഞ്ഞാ ഡോ എഴുന്നേക്കടോ, മര്യാദയ്ക്ക് ചെന്ന് വണ്ടിയിൽ കയറിക്കോ.
ഇല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സിന്റെ ഇടയ്ക്ക് നിന്നെ വലിച്ചയച്ചോണ്ട് പോവും ഞാൻ. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ ഐ ജിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ കയ്യിലേക്ക് ആ ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആ ഫോൺ വാങ്ങിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഐ ജി പറയുന്നുണ്ട്, നന്ദന എന്താ ഇതൊക്കെ? സർ, വ്യക്തമായ എവിഡൻസോട് കൂടിയിട്ടാണ് ഇവരെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ശരി, എന്താന്ന് വെച്ചാ എവിഡൻസ് കറക്റ്റ് ആണെങ്കിൽ അതുപോലെ ചെയ്തോ. ശരി സാർ, താങ്ക്സ്. ഇതും പറഞ്ഞോണ്ട് നേരെ ഫോൺ കയ്യിലേക്ക് കൊടുക്കാൻ കേട്ടോ. എന്നാ പോവല്ലേ? എങ്ങോട്ട് പോവാ? സർ പറഞ്ഞിരിക്കുന്നതേ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ തന്നെ കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാനാ. ഹലോ ഹലോ സാർ. എടോ, താൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയാ എനിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിമോഹം അല്ലേനും മനുഷ്യൻ ആപത്താ. താൻ ചെറിയ രീതിയിൽ കടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ വലിയ രീതിയിലായില്ലേ. അതുകൊണ്ട് തനിക്കിത് കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല. ഇനിയേ താൻ തന്നെ തല ഉയരാനുള്ള വഴി ഉണ്ടാക്കിക്കോ. ഇതും പറഞ്ഞുകൊണ്ട് ഐ ജി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോ സാറ് കേട്ടല്ലോ, എന്നാ പിന്നെ നമുക്ക് പോവല്ലേ? വാടോ. അങ്ങനെ അയാളുടെ ഷോൾഡറിൽ പിടിച്ചോണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് നേരെ അബിയുടെ റൂമിലോട്ടാണ് കയറി ചെല്ലുന്നത്. അബിയാണെങ്കിൽ അവിടുത്തെ വേറൊരു സ്റ്റാഫിനോട് കുഞ്ഞായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡേവിഡ് ജോർജിനെ പുറത്ത് നിർത്തിയിട്ടാണ് കേട്ടോ നന്ദു അകത്തോട്ട് കയറി വരുന്നത്. നന്ദു, നീ എന്താ ഇവിടെ? ഇങ്ങോട്ട് വരേണ്ടി വരുന്ന സാഹചര്യം താനായിട്ടുണ്ടാക്കി വെച്ചതല്ലേ? ഞാനോ? ഇപ്പൊ ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്നത്. വെറുതെ ഇവിടെ വന്ന് എന്റെ ജോലി നഷ്ടപ്പെടുത്തരുത്. നിന്റെ ജോലി ഞാനല്ല നഷ്ടപ്പെടുത്തിയത്, നിന്റെ ജോലി നീ തന്നെയാ നഷ്ടപ്പെടുത്തിയത്. നീ കാരണം കള്ളക്കടത്ത് സ്വർണം ഞാൻ പിടിച്ചു. കള്ളക്കടത്ത് സ്വർണ്ണോ? ഞാൻ കള്ളക്കടത്ത് സ്വർണ്ണം ഒന്നും കടത്തിയിട്ടില്ല. കടത്തി. നീ പറഞ്ഞിട്ടാണ് ആ ഡ്രൈവർ കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് എ എൻ ജ്വല്ലറിയിലേക്ക് പുറപ്പെട്ടത്. അത് കൈയോട് പിടികൂടി ബൾക്കായിട്ട് എ എൻ ജ്വല്ലറിയിലേക്ക് സ്വർണം എത്തിയിരിക്കുകയാണ്. നന്ദു, നിനക്ക് മനസ്സിൽ എന്നോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത്. നേരായ വഴിയിലൂടെയാണ്. നേരായ വഴിയിലൂടെ തന്നെയാടാ ഞാൻ തീർക്കുന്നത്. എനിക്ക് ഈ കള്ളക്കടത്ത് സ്വർണം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചിലപ്പം ആ ഡേവിഡ് ആയിരിക്കും, അയാളായിരിക്കും ഇതിന്റെ പിന്നിൽ. ഞാനിവിടുത്തെ വെറും ഒരു മാനേജറാ, അല്ലാതെ ഞാനല്ല ഇവിടുത്തെ സ്വർണത്തിന്റെ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് തന്നെയും കൊണ്ടുപോയേ പറ്റൂ. വാടോ. ഹേയ് നന്ദു, എടോ ഇവനെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. അങ്ങനെ അബിയെയും പിടിച്ചിട്ട് ജീപ്പിൽ കയറ്റുന്നുണ്ട് കേട്ടോ. ഡേവിഡും അബിയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അബിയാണെങ്കിൽ ഡേവിഡിന്റെ മുഖത്ത് നോക്കി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. ഡേവിഡ് ആണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അറിയുന്ന നാഗേന്ദ്രനെയും അതുപോലെ തന്നെ അവന്തികയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം കെട്ടിപ്പടുത്ത എല്ലാം നഷ്ടപ്പെട്ടുവല്ലോ മോളെ. ഒറ്റ നിമിഷം കൊണ്ടാ അവരടിവേരിളക്കുന്നത്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഉയർച്ചയിലേക്ക് എത്തിപ്പെടുന്നു കരുതിയിരുന്ന എൻ്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെ ആയാലോ മോളെ. അച്ഛൻ വിഷമിക്കാതെ. ഏട്ടൻ ചെയ്ത പ്രവൃത്തി ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ ഇത്രയും കഴിവേട്ടവനായി പോയല്ലേ എൻ്റെ മോനി. എന്തൊരു ദുർബലനാവൻ. അച്ഛാ, ഏട്ടനോട് ഡേവിഡ് സാറ് ആവർത്തിച്ച് പറഞ്ഞതാ ഇത്രയും ബൾക്കായിട്ട് സ്വർണം കടത്തേണ്ടെന്ന്. പക്ഷേ ഏട്ടനാണത്രേ പറഞ്ഞത് ബൾക്കായിട്ട് സ്വർണം കടത്തണമെന്ന്. എന്നാലേ പെട്ടെന്ന് എ എൻ ജ്വല്ലറിക്ക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂന്ന്. മോളെ, സത്യം പറയലോ, ആ ഫസ്റ്റത്തെ ദിവസം തന്നെ നമുക്ക് ആ ഡീല് കിട്ടിയില്ലല്ലോ. അന്ന് തന്നെ ഞാൻ അവനെ അവിടുന്ന് ഒഴിവാക്കണമെന്ന് കരുതിയതാ. പിന്നെ മോനല്ലേ, അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവനത് വിഷമാവല്ലോ എന്ന് കരുതിയ അവനെ ഞാൻ അവിടെ തന്നെ പിടിച്ചു നിർത്തിയത്. പക്ഷെ അവൻ അതിമോഹം ആപത്താണ്. അതാണ് അവന് സംഭവിച്ചത്. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കഴിവേട്ടവനായി പോയല്ലോ. ഇനി ഒരിക്കലും അവന് മാനേജർ പൊസിഷനിൽ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫായി പോലും ഇരിക്കാനുള്ള അധികാരം കൊടുക്കരുത്. അച്ഛാ, അത് ഏട്ടനോട് ചെയ്യുന്ന ഒരു ചതിയായി പോവില്ലേ? പിന്നെ എന്ത് ചെയ്യണം? അവന് വലിയ വലിയ പൊസിഷനുകൾ കൊടുത്തിട്ട് എ എൻ ജ്വല്ലറി അടിയോടെ വാരണോ? എല്ലാത്തിനും കാരണം നീയും കൂടിയാ. നീ എന്നെ വന്ന് കാണുന്ന സമയത്ത് അവനെ ശ്രദ്ധിക്കണമായിരുന്നു. അവൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ നിന്റെ പിന്നാലെ വന്ന് എന്നെ കണ്ടുപിടിച്ചു. അതെത്ര പെട്ടെന്നാവാൻ പാടില്ലായിരുന്നു. അച്ഛാ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അഭിയേട്ടൻ എൻ്റെ പിന്നാലെ വന്നു അച്ഛനെ കണ്ടുപിടിച്ചു. മോളെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡേവിഡിനെ പുറത്തിറക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇനി അടുത്ത ഡീലിനുള്ള കാര്യങ്ങൾ ഉറപ്പിക്കണമെങ്കിൽ ഡേവിഡ് പുറത്തിറങ്ങിയേ പറ്റൂ. അതിനു മുമ്പേ ആ മൂർത്തിയെ വിളിച്ച് ഐ ജിയെ കൊണ്ട് കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ച് കഴിഞ്ഞു. അതിനു മുമ്പ് നമ്മൾ വിളിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ആ നന്ദുവിൻ്റേത് കാഞ്ഞ ബുദ്ധിയാ. അവൾ അടിവേരോടെ ഇല്ലാതാക്കിയാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ മോളെ. നിനക്കനിയെ കിട്ടണമെന്നുണ്ടെങ്കിലും അവൾ നഷ്ടപ്പെട്ടേ പറ്റൂ. അവളെ കൊല്ലണം. അവളെ കൊല്ലാനുള്ള ഏർപ്പാടുകളാ ഇനി നമ്മൾ ചെയ്യേണ്ടത്. അതെ അച്ഛാ, ഞാനിപ്പോൾ അനിയേട്ടനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അനിയേട്ടനെ കിട്ടണമെന്ന് എൻ്റെയും കൂടി വാശിയാ. അവളെ കൊല്ലണം അച്ഛാ. അവൾ ഈ ലോകത്ത് തന്നെ ഇല്ലാതാവണം. ഓക്കെ, അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശ് ആലപ്പുഴയിലെ വീട്ടിലെത്തുന്നതാണ്. മോൻ ഇരിക്കി. മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ വിശേഷങ്ങളും അപ്പം തന്നെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ കരുതിയതാ കൊച്ചുമകനും അയാൾക്കും തമ്മിൽ എന്താ ഇത്ര പ്രശ്നമെന്ന്. അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ലല്ലോ എന്ന്. എന്നാൽ അപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ആലോചിച്ചപ്പോൾ
അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് തോന്നി. ഇപ്പോൾ വന്നത് രേഖാചിത്രം കാണിക്കാനാണല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തൽക്കാലം ഒരു രേഖാചിത്രം കിട്ടിയിട്ടുണ്ട്. അതിലുള്ള വ്യക്തി ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഇദ്ദേഹം സഹായിച്ചേ പറ്റൂ. അതിനെന്താ, ഞാൻ സഹായിക്കാം. ആരാ നോക്കട്ടെ. അങ്ങനെ ആദർശ് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ആ ഫോട്ടോ കണ്ടിട്ട് അയാൾ ശരിക്കും ഞെട്ടുന്നത്. ഇതാരാണെന്ന് മോൻക്കറിയില്ലേ? ഇല്ല, അങ്കിളിന് അറിയോ? എനിക്കറിയാന്നോ? നല്ല ചോദ്യം ഇത്. ഇത് വേറെ ആരുമല്ല, നിൻ്റെയൊക്കെ അപ്പച്ചിയുണ്ടല്ലോ, ജലജ. ആ ജലജയുടെ മക്കളുടെ അച്ഛനാ ഇത്. എന്ന് വെച്ചാൽ അബിയുടെയും അവന്തികയുടെയും അച്ഛൻ. എന്ത്? അബിയുടെയും അവന്തികയുടെ അച്ഛനോ? അതെ, ഇത് നാഗേന്ദ്രൻ. അവന് മൂർത്തീസ് ജ്വല്ലറിയിൽ പല തട്ടിപ്പുകളും തിരിമറികളും നടത്തി. നിന്റെ മുത്തശ്ശനെ നിനക്ക് അറിഞ്ഞൂടെ? ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ വിശ്വാസവഞ്ചന നടത്തിയ നാഗേന്ദ്രനെ എന്നേക്കുമായി പുറത്താക്കുമായിരുന്നു. സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചൊക്കെ അയാളെ നല്ല രീതിയിൽ നാണം കെടുത്തി വെല്ലുവിളിച്ചിട്ടാ അന്ന് നാഗേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. AM ജ്വല്ലറിക്ക് പിന്നിൽ ഇയാളാണെന്നുണ്ടെങ്കിൽ മോൻ പിന്നെ ഒന്നും നോക്കണ്ട, അയാൾ പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇതാണ് നാഗേന്ദ്രൻ. മോൻ പറഞ്ഞില്ലേ എവിടെയോ കണ്ടു മറിഞ്ഞ മുഖം പോലെയെന്ന്? ഇത് വേറെ ആരുമല്ല, നിനക്കറിയാവുന്ന ആള് തന്നെയാ, നിന്റെ അങ്കിൾ, അപ്പച്ചിയുടെ ഭർത്താവ്. അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞ ഷോക്കില് ആദർശ് നേരെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. ആദർശ് ഷോക്കായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ? ആദർശാണെങ്കിൽ സത്യങ്ങളൊക്കെ നയനോട് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. നയനയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് അത്ര അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇനി എന്തായാലും വമ്പൻ ട്വിസ്റ്റുകളും മനോഹരമായിട്ടുള്ള കഥകളുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് വളരെ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.